ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിന്റെ മുന്നിൽ പോലും മഹിമ വെല്ലുവിളിച്ച് അവിടെ നിന്നും പോകുമ്പോൾ ഈ സമയം അരവിന്ദാക്ഷൻ പറയുന്നുണ്ട്, ഈ കുട്ടി എന്തിനായിട്ടാണ് അത് ഒരുങ്ങുന്നത്? ഇതെന്തോ അപകടത്തിൽ ചാടാൻ പോവുകയാണ്. മഞ്ജു, നിന്റെ കണ്ണൊന്നും ഉണ്ടാവണം, ഞാൻ വീണ്ടും പറയുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്കിപ്പോ തെറ്റും ശരിയും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൾ പ്രതികാര ബുദ്ധിയിലാണ് നടക്കുന്നത്. എപ്പോഴാണ് ആ പറയുന്ന ഗോപാലൻ ഇവളെ കുരിക്കെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മഞ്ജു, നീ സദാസമയം അവളുടെ പിറകെ വേണമെന്ന് പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോ അനിതൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാനും അവൾക്ക് പണി കിട്ടുമ്പോൾ അവൾ അങ്ങ് പഠിച്ചോളൂ. എല്ലായ്പ്പോഴും അവൾക്ക് രക്ഷകനായ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്ന തോന്നുന്നത്. എന്നാൽ നിന്റെ ഭർത്താവ് ഗിരി പോലും ഇപ്പൊ അവളെ കൊടുക്കാനാണ് നോക്കുന്നത്. മതം പറ്റി ആനയെ പോലെയാണല്ലേ അവളിപ്പോ കിടന്ന് പുളക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോ മഞ്ജുവിന്റെ സമാധാനം പോവാണ്. എന്നാൽ ഈ സമയം ഇന്നലെ പറഞ്ഞ അക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഹിമയെ കുറിച്ച് ഗിരിയോട് പറയണം. അവൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. ആ പേന കത്തിയുമായാണ് അവളിവിടെ, സർജറി കത്തിയുമായാണ് അവളിവിടെ വന്നത്. എന്റെ മകള് കഴുത്തില് ഭീഷണി വെച്ചിട്ട് അവൾ ഇവിടെ നിന്നും പണം മോഷ്ടിക്കുന്നതാണ് പറയുന്നത് എന്നൊക്കെയുള്ള സത്യങ്ങൾ ഗിരിയോട് പറയട്ടെ. അപ്പൊ ഗിരി പറയണം, അവൾ അതൊന്നും ചെയ്യില്ല, വെറും പറയത്തേ ഉള്ളൂ, ഒരു പാവമാണ് എന്ന് പറയട്ടോ. അങ്ങനെ പറഞ്ഞ് ഗിരി അങ്ങ് പോവാണ്. പിന്നീടാണെങ്കിൽ ഈ സമയം സ്വപ്നം പറയുന്നുണ്ട്, അച്ഛാ അവൾ പറഞ്ഞതുപോലെ ചെയ്യും, അതുകൊണ്ട് തന്നെ അവളെ കുരുക്കിലാക്കണം. അവളെ കുരുക്കിയില്ലെങ്കിൽ അച്ഛന് പല ആപത്തുകളും വരുമെന്ന് പറയണ്ട. അത് കേൾക്കുന്ന ഗോപാലൻ പറയാണ്, ശരിയാണ് സ്വപ്നം നീ പറയുന്നത്. എന്റെ മക്കൾക്ക് ആർക്കും തോന്നിയിട്ടില്ല അവൾ എത്ര ഭീകരമാണെന്ന്. എനിക്ക് മാധവനെ ഇത്ര പേടിയുണ്ടായിരുന്നില്ല. എന്നാൽ മാധവനേക്കാൾ ഡബിൾ ആണ് ഈ പറയുന്ന മഹിമയും അതുപോലെ മഞ്ജുവും എന്ന് പറയട്ടോ. അങ്ങനെ ഈ സമയം മഞ്ജു ഇങ്ങനെ ഇനിയിപ്പോ എന്റെ അനിയത്തി എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ഒരു പേടി മഞ്ജുവിന്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ മഞ്ജു നേരെ പോകുന്ന മുകുന്ദന്റെ അടുത്തോട്ടാണ്. മുകുന്ദ ഗോപാലിന്റെ വീട്ടിൽ കയറിയിട്ട് അവൾ പണം മോഷ്ടിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. മുകുന്ദ, നീ എല്ലാത്തിനും അവൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ നീ കുരുങ്ങും. എന്റെ അനിയത്തി ഇപ്പോൾ നിന്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൾ കുടുങ്ങെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മുകുന്ദൻ പറയാണ്, എന്റെ ഭാര്യ അങ്ങനെ തെറ്റിലോട്ട് പോയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ സംരക്ഷിക്കാൻ അവൾക്കും അറിയാം. ഇനിയിപ്പോ അഥവാ കുടുങ്ങിയാലും അവളെ രക്ഷിച്ചു കൊണ്ടുവരാൻ എനിക്കും അറിയാമെന്ന് പറയട്ടോ. ഈ സമയം മഞ്ജു ആകെ പെട്ടിരിക്കാണ്. പിന്നീട് മഹിമയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ മഹിമയാണെങ്കിലോ തനിക്ക് മുഖം കൊടുക്കാതെ അങ്ങ് പോവാണ്. മഹിമ, നീ ഒന്ന് അവിടെ നിന്നെ, നിന്നോട് ലാസ്റ്റ് വാണിംഗ് ആണ് ഈ ചേച്ചി പറയുന്നു. ഇനി നീ അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. ഗോപാലൻ നീ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, അയാൾ ഇരുട്ടടിയാണ് നൽകുന്നത്. നിന്റെ കൂട്ടുകാരൻ അവനിപ്പോ മരിച്ചത് കണ്ടില്ലേ, അതുപോലെ പല പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവൻ തരും. അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം മഹിമേ. ഇത് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം, നിങ്ങൾക്കത് അറിയത്തില്ല. നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരു കള്ളന്റെ കൂടെ മഹിമേ, നിന്റെ വാക്കുകൾ അതിര് കിടക്കുന്നു. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ഗിരിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ആ വാക്കുകൾ പറയുമ്പോൾ മഞ്ജുവിന് ശരിക്കും നെഞ്ചി തരക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മഹിമയ്ക്ക് ഇത് പറയില്ലാതെ നിവർത്തിയില്ല. തന്റെ ചേച്ചി ഉറങ്ങിക്കിടക്കുന്നു. ആ ഉറങ്ങിക്കിടന്നോർന്ന് ഒന്ന് ഉണർന്നാൽ മാത്രമാണ് ഗിരിയെ പോലും മാറ്റാന് തന്റെ ചേച്ചിക്ക് കഴിയും. പക്ഷെ തന്റെ ചേച്ചി ഗിരി ഏട്ടൻ കുഞ്ഞ് എന്നൊക്കെ ഉള്ള ആ സിമ്പതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗിരി വീണ്ടും ഗോപാലന്റെ പിറകെ പോവാനിട്ടാ. ഇതേ സമയം വീട്ടിൽ വന്ന പ്രീതിയോട് ഇങ്ങനെ ഗിരി പറയാണ്, ഇവളുടെ അച്ഛനുണ്ടല്ലോ, ഇവളുടെ അച്ഛൻ ഇന്ന് എന്റെ നേർക്ക് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിതനാക്കിയിരിക്കുന്നു എന്നുള്ള സത്യം പറയുമ്പോൾ പ്രീതി പറയണേ, എന്റെ അച്ഛന് വാശിയാണ്, എന്റെ അച്ഛനെ ആരും എനിക്ക് ഇടം തരരുത്, അതാണ് എന്റെ അച്ഛന്റെ വാശി, എന്റെ അച്ഛൻ അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രീതിയെ ഇങ്ങനെ ഭാനുവദ്യം ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടാ. ഇവള് ചെയ്യുന്നത് ഗിരി അറിയില്ലല്ലോ, ഇവനൊരു പൊട്ടനായി തന്നെ മാറുകയാണോ എന്നൊരു പേടി ഭാനുവദ്യമക്കുള്ളിലുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പീതാംബരൻ തെറ്റും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് അച്ഛനായ അയാൾക്ക് കുറെ നാണക്കേടുണ്ടാവും. അപ്പൊ അയാൾ അതിന് പ്രതികാരം നിന്നോട് വീട്ടും ഗിരി, അത് നീ ആലോചിക്കണം. പിന്നെ അയാളെ പോലെ ഒരുത്തന്റെ കൈകളിൽ ഇവളെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അത് ഒരു ഗർഭിണിയായ പെണ്ണിനെ അർദ്ധരാത്രി പെരുവഴിയിലേക്ക് ഇട്ട് വിട്ട ഇയാളെ പോലെയുള്ളവരെ എന്നൊക്കെ പറയുമ്പോ പ്രീതിക്ക് ആശ്വാസമാവുന്നുണ്ട്. അപ്പൊ തന്റെ മകനെ തനിക്ക് തിരുത്താനാവുന്നില്ലെന്ന സത്യം മനസ്സിലാക്കാണ്. എന്നാൽ ഈ സമയം മഹിമയാണെങ്കിലോ ഈ പണം മോഷ്ടിക്കാനായിട്ട് എങ്ങനെ വീട്ടിലെത്താണ്. ഇതേ സമയം സ്വപ്നയാണെങ്കിൽ ഇന്ന് എന്തായാലും അവൾ ഇവിടെ വരും, പണം മോഷ്ടിക്കാതെ ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്റെ സത്യം കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവളെ ഒന്ന് നിലക്ക് നിർത്തണമെങ്കിൽ താൻ എന്തെങ്കിലും ഒരു പണി ചെയ്യണം. അവളെ ജയിലിനുള്ളിൽ ആക്കിക്കഴിഞ്ഞാൽ തന്റെ ഗർഭം പുറത്തു വരില്ല. തനിക്ക് ഗർഭമില്ല എന്നുള്ള സത്യം ആരോടും അവൾ പറയില്ല. അതുകൊണ്ട് തന്നെ അവൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കണം എന്നുള്ള തീരുമാനം തന്നെ സ്വപ്നം എടുത്തിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ സ്വപ്ന കണ്ണും കാതും പുറത്തു വെച്ച് തന്നെ മഹിമ വരുന്നത് നോക്കി നിൽക്കുമ്പോ കാണാ മതില് കടന്ന് മഹിമ മുഖമൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ കടന്നു വരുന്ന കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി സ്വപ്ന ഒന്നും നോക്കില്ല, തന്റെ മൊബൈൽ അങ്ങ് പകർത്താണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ മഹിമ അവിടെ നിന്ന് പണം മോഷ്ടിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ഈ സമയം മഹിമ അത് വിജയിച്ചു എന്നിങ്ങനെ കരുതിയിരിക്കാണ്. അങ്ങനെ മഹിമ വീട്ടിൽ വന്നതിന് ശേഷം ഗോപാലിനെ വിളിക്കാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോ ഞാൻ പണം മോഷ്ടിച്ചേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുള്ള സമയം നോക്കി ഞാൻ അവിടെ നിന്ന് പണം മോഷ്ടിച്ചില്ലേ എന്നുള്ള സത്യം പറയുമ്പോ ഉടൻ തന്നെ നിനക്ക് വരാനിരിക്കുന്നത് നീ കണ്ടോ എന്ന് പറയട്ടോ. പിറ്റേ ദിവസം രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്താണ്. അങ്ങനെ മുകുന്ദന്റെ വീട്ടിലെ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോൾ മുകുന്ദൻ ചോദിക്കാണ് എന്റെ ഭാര്യ ചെയ്ത തെറ്റ് എന്തെന്ന് ചോദിക്കാണ്. അപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഗോപാലന്റെ വീട്ടിൽ വന്ന് ഇവളാണ് പണം മോഷ്ടിച്ചതെന്ന സത്യം ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം മഹിമയെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. മഞ്ജുവിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ മഞ്ജു ആണെങ്കിലോ മഹിമയോട് പറയുമെടി, നീ ഓരോ ദിവസം അച്ഛന്റെ പേര് കളഞ്ഞു മുടിക്കുകയാണ് ചെയ്യുന്നത്. അത് നീ ആലോചിച്ചപ്പോൾ ഒരു കള്ളി എന്ന പേരാണ് നിനക്ക് കിട്ടുന്നത്. ഒരു വീട്ടിൽ പോയി മോഷ്ടിച്ചാൽ അത് കള്ളനാണ്, കള്ളത്തിയാണ്, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. വിവരങ്ങൾ കേട്ട് ഗിരി ഓടി വരികയാണ്. അങ്ങനെ ഗിരി ഓടിയെത്തുമ്പോ ഗോപാലനും ഒപ്പം വരുന്നുണ്ട്. അപ്പോ ഗോപാലൻ ഇങ്ങനെ പറയണേ, നീ എപ്പോഴും മഹിമയെ എന്റെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നു നീ കരുതിയോ? എന്നാൽ അത് നടക്കത്തില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന്. അപ്പൊ ഉടൻ തന്നെ മഹിമ അവിടെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഈ സമയം ഗിരിക്ക് സങ്കടമാവണം. അങ്ങനെ ഗിരി തന്റെ അനിയത്തിയുമായുള്ള പ്രശ്നം തീർക്കാൻ കിട്ടിയ തനിക്കൊരു അവസരമാണല്ലോ. അങ്ങനെ ഗിരി ഗോപാലിനോട് പറയാണ്, ദേ ഗോപാൽജി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആവശ്യപ്പെട്ടത് എന്താണ്? ആ ജസ്റ്റിന്റെ കുടുംബത്തിന് ഗോപാൽജി എല്ലാവർക്കും മുന്നിൽ പണം നൽകണമെന്നല്ലേ? ആ ആവശ്യം ഗോപാൽജി അംഗീകരിക്കണം. അതിന് ഞാനും യോജിക്കുന്നു. കാരണം നമ്മുടെ കള്ളുഷാപ്പിൽ നിന്നാണല്ലോ അവനെ അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് ഗിരി പറയുമ്പോ മഹിമ പോലും ഞെട്ടിപ്പോയിട്ടാ. എന്നാലും മഹിമ വെറുതെ വിടില്ല. മഹിമ പറയണ അങ്ങനെ ഇയാൾക്ക് തോന്നിയിട്ട് ഇയാൾ ചെയ്യട്ടെ. അപ്പോഴേക്കും മഞ്ജു നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് മഹിമേ എന്ന് പറഞ്ഞ് വഴക്ക് പറയണേ. അങ്ങനെ മഹിമ മിണ്ടാതിരിക്കാണ്. എന്നാൽ ഗിരിയാണെങ്കിലോ എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ ഗോപാലിനോട് ആ പണം ജസ്റ്റിന്റെ കുടുംബത്തിന് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഗോപാലൻ ആകെ നാണം കെടാണ് എല്ലാവർക്കും മുന്നിൽ ഈ സമയം മഹിമയെ പുറത്തിറക്കി കൊണ്ടുവരികയും ചെയ്യൂട്ടോ മുകുന്ദൻ. എന്നിട്ട് മഹിമ ഗോപാലിനോട് പറയുന്നുണ്ട്, ഇപ്പോ താൻ തെറ്റ് ചെയ്തതിന് തുല്യമായില്ലേ, നീ എല്ലാവർക്കും മുന്നിൽ പണം കൊടുത്തില്ലേ, ഇത് മതി, ഇത് വെച്ച് മഹിമ കളിക്കുമെന്ന് പറയുന്നിട്ടോ. അപ്പോഴും ഗോപാലൻ ആകെ നാണം കെടണം. പിന്നീട് ഗോപാലൻ വീട്ടിൽ ചെല്ലാണ്. എന്നാൽ സ്വപ്നക്ക് ഒരുപാട് പുകഴ്ത്തലുകൾ ഗോപാലിനിൽ നിന്ന് കിട്ടൂട്ടോ. എന്റെ 2 മക്കളും എനിക്ക് വേസ്റ്റാണ്, എന്റെ മരുമകളെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്നൊക്കെ ഗോപാലൻ സ്വപ്നയോട് പറയുന്നുണ്ട്. ഇവളാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം, എന്നെ ഈ മഹിമയുടെ പ്രശ്നത്തിൽ നിന്ന് ഇവളെ സംരക്ഷിച്ചു. ഇപ്പൊ കണ്ടില്ലേ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വപ്ന ഒരുപാട് ഉയർന്നു നിൽക്കുമ്പോ ഇനി സ്വപ്നയെ തളർത്താൻ മഹിമ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സ്വപ്നയാണ് ഈ വീഡിയോ എടുത്തെന്ന് സത്യം അറിയുമ്പോ ഇനി ഈ ഗർഭത്തിനൊരു അവസാനം വേണമല്ലോ. അവൾ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വിജയിച്ചു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം എന്ന് കരുതി തന്നെ മഹിമ അടുത്ത പണി നൽകുന്നത് സ്വപ്നക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ശാലിക്ക് ശരിക്കും വെറുപ്പ് തോന്നാണ്. എന്നാൽ സഞ്ജയ്ക്കാണെങ്കിൽ തന്റെ ഭാര്യയെ ഇങ്ങനെ വലുതാക്കി പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാനിട്ട്. തന്റെ കുഞ്ഞിനെ ചുമക്കുന്ന ഒരു അമ്മയില്ല, ആ ഒരു സിമ്പതിയാണ് സഞ്ജയുടെ ഉള്ളിൽ. പിന്നെ ജീവിതത്തിൽ ആദ്യമായി തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെണ്ണുണ്ടെങ്കിൽ അത് സ്വപ്നയാണെന്ന് കരുതി നടക്കുന്ന സഞ്ജയാണ് കേട്ടോ. പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് സഞ്ജയ് ഈ സത്യങ്ങൾ അറിയും. അവളുടെ വയറ്റിൽ ഒന്നുമില്ല, അവളെ തിന്ന വേസ്റ്റ് മാത്രമാണ് ഉള്ളതെന്ന സത്യം അറിയുമ്പോൾ സഞ്ജയ് സ്വപ്നയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് കിടക്കുന്നത് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് സ്വപ്നയ്ക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സ്വപ്ന സഞ്ജയുടെ കാല് പിടിച്ച് സത്യങ്ങൾ പറഞ്ഞാലും പക്ഷെ ആരും തന്നെ വിശ്വസിക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി എപ്പിസോഡുകളിൽ വരാനിരിക്കുന്നത്.